ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ്ബിൽ നമ്മൾ സീറോ ടു ഹീറോ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ ഒരു സക്സസ് സ്റ്റോറീസിലേക്കാണ് അല്ലെങ്കിൽ ഒരു ജേണിയിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കാശിഫ് ആൻഡ് മുഹമ്മദ്. ഇവർ കൂടെ ഒരു പാർട്ണർ കൂടെ ഉണ്ട്. ഐ മീൻ നമ്മളെ ബാച്ച് 90 ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ്ബിൽ നമ്മളെ ഓഫ്ലൈൻ ബാച്ച് 90 മുഹമ്മദും ആൻഡ് കാശിഫും അവർ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ട് ആഫ്റ്റർ ദാറ്റ് അവരുടെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് ക്ലാസ് കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഏജൻസി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിസൈനിങ് ഏജൻസി അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മളെ സ്റ്റുഡൻസ് ഇവിടെ ഈ ഒരു വലിയ ഒരു ഓഫീസൊക്കെ ഇട്ടിരിക്കുന്നു. കാരണം ആ ഒരു ബാച്ചിൽ തന്നെ ഏകദേശം 25 സ്റ്റുഡൻസിൽ ഒരു 2 പേര് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് ബാക്കിയുള്ളവർ കൂടുതൽ ജോബിലേക്ക് പോകുന്നു. ഇവർ സ്വന്തമായിട്ടൊരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ച് അവരൊരു ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും സക്സസ് ആവട്ടെ. ഞാൻ അവർ ആ ജേണിയിലേക്ക് വരാനുള്ള കുറച്ച് റീസൺസുകളാണ് ഇവരോട് ചോദിക്കുന്നത്. മുഹമ്മദ് കാശിഫ്, ഇപ്പോൾ ഏജ് എങ്ങനെയാണ്? 21 ആണ്. ഓക്കെ, 22 ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് ആയിരുന്നു എടുത്തത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്. ഗ്രാഫിക് ഇപ്പോൾ ഏതിലേക്കാണ് ശരിക്കും ഫോക്കസിങ്? ഏതാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ ഡിസൈനിങ് ആണോ? ഡിസൈനിങ് ആണ്. രണ്ടും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ കാശിഫും മുഹമ്മദും പിന്നെ വേറൊരാളും കൂടി ഒരു പാർട്ണർ കൂടെ ഉണ്ട്, റിയാസ് ഫൈഹാസ്. ഓക്കെ, അതിലും നിങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ കാശിഫിൻ്റെ നാടാണ് ഈ നാട്ടിൽ ഒരു വലിയൊരു ഏജൻസി എന്നല്ല, ഇവരെ സ്റ്റാർട്ടിങ് ഏജൻസിയാണ്. ചെറിയൊരു റെൻറ്റിൽ ഇവരൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ എന്തൊക്കെ ആഡ്സിന് ചെയ്തിട്ടുണ്ടായിരുന്നു? മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടിയത് ക്ലയൻറ്റ് മീറ്റിംഗ് കാര്യങ്ങളാണ്. ഒരു ക്ലയൻറ്റിനോട് എങ്ങനെ സംസാരിക്കുക, ഒരു മാക്സിമം കൺവിൻസ് ചെയ്യാൻ പറ്റുക, അതാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത്. പ്രൈസിങ്, പാക്കേജിങ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പ്രൈസിങ്ങും പാക്കേജും ടൈമാണ് ഓൺടർപ്രണർഷിപ്പ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? നല്ല ഹെൽപ്ഫുൾ. ഓക്കെ, ഇനി നിങ്ങൾ എന്തായാലും ഇവിടെ നിന്നൊരു തുടങ്ങി ഒരു 3 പാർട്ട്നേഴ്സായിട്ട് ഇപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സ്വന്തമായിട്ടൊരു ഏജൻസി ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെന്തായാലും ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് പോട്ടെ. ഇനിയും വലിയ ഏജൻസിയൊക്കെ ഇതിനേക്കാളും വലിയ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെന്തായാലും വരും. കോൺഫിഡൻസ് അല്ലേ? ആ കോൺഫിഡൻസ് അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. ആ രീതിയിൽ എന്തായാലും അടിപൊളിയാവട്ടെ. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് മാത്രം, ഐ മീൻ എല്ലാവർക്കും ജോബ് ആവണമെന്നില്ല. ജോബിനുപരി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അതിനുള്ള ഹെൽപ്പിംഗ് മാത്രമാണ് ഓൺടർപ്രണർഷിപ്പിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അത്രയും സക്സസ് ആക്കി എടുത്ത കാശിഫ് ആൻഡ് മുഹമ്മദ്, ഇവരെ ഡയറക്റ്റ് കാണണം, സംസാരിക്കണം, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു ഗൈസ്.